സോറി. മനോജ്, നീ ഇതെന്ത് ഭാവിച്ചാ? വീണ്ടും തുടങ്ങിയോ കൂടി? വേണ്ട, ഇപ്പൊ ആരും ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഓട്ടോയിലാരാ? മനോജ്, എന്താ ഇത്? എന്താ പറ്റി? എന്താ മോനെ, എന്താ പറ്റി നിനക്ക്? പനിയാണോ? അയ്യോ പ്രകാശ, ഒന്നിങ്ങ് വന്നേ. എന്താ 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 പ്രശ്നം? പ്രകാശ, ഇവന് വയ്യെന്ന് തോന്നുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. എന്താമേ? എന്താടാ? എന്താ നിനക്ക് പറ്റി? മനോജ്, വയ്യെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പ്രകാശേട്ടാ, ഒരു വണ്ടി വിളിക്ക്. വേണ്ട, ഇത് അസുഖമൊന്നും അല്ല മോളെ, കയ്യിലിരിപ്പിന്റെയാ. ഇവൻ മദ്യപിച്ചിട്ടുണ്ട്. സോറി. മനോജ്, നീ ഇതെന്ത് ഭാവിച്ചാ? വീണ്ടും തുടങ്ങിയോ കൂടി? വേണ്ട, ഇപ്പൊ ആരും ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. ചോദിച്ചാലേ ഇവനൊന്നും മനസ്സിലാവില്ല. ആദ്യം ഇവന് ബോധം തെളിയട്ടെ, പിന്നീടാകാം അതൊക്കെ. പ്രകാശ, ഈ അലവലാതിയെ വിളിച്ച് അകത്ത് കൊണ്ടുപോയി കിടത്ത്. വാടാ, വാ. ഈശ്വര, ഇവനിതെന്തു ഭാവിച്ച? എവിടേക്കാ പോണ നീ? ഇവിടെ കിടക്ക്. അയ്യോ അമ്മേ, ഓ, എല്ലാം പോയി. നീ കണ്ടില്ലേ പാവം, എല്ലാം പോയി. മനോജ്, ഞാനേ പറഞ്ഞു. മനോജ്, മനോജ് എഴുന്നേക്ക്. എടാ മനോജ്, എന്തൊക്കെ കാണിക്കുന്നെ? മനോജ്, എഴുന്നേക്കാൻ. മനോജ്, ഏട്ടാ, ഇനിയും ഇങ്ങനൊരു വൈകുന്നേരം ഇവിടെ വന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ജീവിതത്തിൽ നിന്ന് തന്നെ ഒരു ഒളിച്ചോട്ടമായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഒന്നുമില്ലാതെ വളർന്നു വന്നവന് ഒരു ദിവസം ഒരുപാട് സ്നേഹം വാരി കൊടുത്തിട്ട് പെട്ടെന്നത് നിഷേധിക്കപ്പെട്ട അതവനെ ഒരു ഭ്രാന്തിന്റെ അവസ്ഥയിൽ കൊണ്ടെത്തിക്കും. ഞാനും ആ ഒരു അവസ്ഥയിലായിരുന്നു. കുട്ടിക്കാലം അനാഥനായി ജീവിച്ചു. ആരുമില്ലാതെ സങ്കടങ്ങളുടെ കൂന കൂട്ടി വളർന്നപ്പോ ഒരു നാൾ ഒരു അതിഥി വന്നു. വളരെ മനോഹരമായി എന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു അതിഥി. പിന്നെ അവളിലൂടെ ആയിരുന്നു ഞാൻ ലോകത്തെ കണ്ടത്. അവളായിരുന്നു എൻ്റെ എല്ലാം, എൻ്റെ പുണ്യം. വളർന്നു വന്ന സാഹചര്യങ്ങളുടെ കുറവ് കൊണ്ടാവാം അവളെ ചേർത്ത് പിടിക്കാനായില്ല. ഒരുപക്ഷെ ഒരുപാട് ചേർത്ത് പിടിച്ചത് അവൾക്ക് ശ്വാസം മുട്ടിയിട്ടുണ്ടാവാം. എന്തിനാ പഴയതൊക്കെ ഓർക്കുന്നേ? അതെല്ലാം കഴിഞ്ഞല്ലേ? പക്ഷേ എൻ്റെ സ്വത്തും പണവും മനസ്സും സർവസ്വവും നിനക്ക് എഴുതി തരാം. പകരം ആ
മനസ്സ് മാത്രം. അത് മാത്രം വേണം എനിക്ക്. ഒരു പെണ്ണിന്റെ മനസ്സ് പണവും സ്വത്തും കൊണ്ട് വാങ്ങിയിട്ടില്ല ആരും. എത്ര കാലം മുന്നോട്ട് പോയാലും കഴുത്തിൽ താലി കോർത്തിട്ട പുരുഷന് പെണ്ണിന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവും. മതി, അത് മതി, അത് മാത്രം മതി എനിക്ക്. ഒറ്റപ്പെടല് ഇനിയും സഹിക്കാനാവില്ല എനിക്ക്. ഒറ്റപ്പെടൽ ആരും ആഗ്രഹിക്കുന്നില്ല. ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്നതാ പലപ്പോഴും. പക്ഷേ ഒറ്റപ്പെടൽ ഒരുപോലെയല്ല. ചിലർക്ക് ഈ ഒറ്റപ്പെടൽ അവനവനെ തന്നെ നഷ്ടപ്പെടുത്തുന്നു. എനിക്കിനി അതിലേക്ക് പോവാൻ വയ്യ. തെറ്റുകൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്. ശേഷിച്ച ജീവിതം നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ചെലവഴിക്കാൻ ഞാൻ. ഇനി എന്നെ നീ ഈ വർഷയുടെ മനസ്സിൽ എവിടെയോ കുറച്ചിഷ്ടം ഞാൻ പോലും അറിയാതെ ഒളിഞ്ഞു കിടന്നിരുന്നു. അതാ ഒഴിഞ്ഞു മാറി പോവാൻ എനിക്ക് കഴിയാതിരുന്നത്. ഇനി ഈ ജന്മം എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. അയ്യോ, ഇതിപ്പോ രാത്രിയാണോ രാവിലെയാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. ഫോൺ ഇവിടെ. അയ്യോ, രാത്രിയാ. ഇവിടെ ആരും ഇല്ലേ? എന്താ സ്മെല്ല്?